സുഭാഷിതം. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. യോസഫ് ഉറക്കമുണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. When Joseph woke up, he did what the angel of the Lord had commanded him and took Mary home as his wife. കഴിഞ്ഞ വർഷങ്ങളിൽ പഴയ നിയമ പുസ്തകത്തിലെ ഓരോ പുസ്തകത്തിൽ നിന്നും നാം ചിന്തിച്ചു വരികയായിരുന്നുവല്ലോ. സങ്കീർത്തനം മുതൽ മലാക്കി വരെ ഓരോ അധ്യായത്തിൽ നിന്നും ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം സംസാരിപ്പാൻ ഇടയാക്കി. ദ ബെസ്റ്റ് ലൈഫ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ശ്രവിച്ചും അപ്രീഷിയേറ്റ് ചെയ്തും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ ഓരോ അധ്യായങ്ങളിൽ കൂടെ യാത്ര ചെയ്യുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ 39 പുസ്തകങ്ങൾ പഴയ നിയമവും 27 പുസ്തകങ്ങൾ പുതിയ നിയമവുമാണെന്ന് നമുക്കറിയാം. ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ 1600 വർഷങ്ങൾ കൊണ്ട് 40-ലധികം വ്യത്യസ്ത ആളുകൾ എഴുതിയ പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ബൈബിൾ. ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ദാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തിരുവെഴുത്തുകൾ. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമായി നിലകൊള്ളുന്നു. പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെടുന്നു. പഴയ നിയമം അക്ഷരത്തിന്റെ ശുശ്രൂഷയും പുതിയ നിയമം ആത്മാവിന്റെ ശുശ്രൂഷയുമാകുന്നു എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമം എന്തിനാണ് എഴുതപ്പെട്ടതെന്ന് യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ യോഹന്നാൻ തന്റെ സുവിശേഷം 20:31 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങളാകുന്നു. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള അവതരണവും ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങളും ഉപദേശങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളവയാണ് 4 സുവിശേഷങ്ങൾ. പുതിയ നിയമം ആരംഭിക്കുന്ന മത്തായി എഴുതിയ സുവിശേഷത്തിലെ 1-ാം അധ്യായം ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വംശാവലി രേഖപ്പെടുത്തിക്കൊണ്ടാകുന്നു. 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായികൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷതയുടെ റിസൾട്ടാണ് നാം വായിച്ച വാക്യം. ഇവിടെ യോസഫിന്റെ അനുസരണം ശ്രദ്ധേയമാകുന്നു. ദൈവം പറഞ്ഞത് അതുപോലെ സ്വീകരിക്കുവാൻ അവൻ സന്നദ്ധനായി. പ്രവാചകന്മാരിൽ കൂടെ മശിഹയുടെ വരവിനെക്കുറിച്ച് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം യോസഫ് പൂർണ്ണമായി വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുവാനുള്ളത്? ദൈവം അരുളി ചെയ്ത ദൈവത്തിന്റെ വചനത്തിൽ നാം പൂർണ്ണമായി വിശ്വസിക്കണം. ദൈവം അരുളി ചെയ്തത് പ്രമാണിക്കുവാൻ നാം സന്നദ്ധരാകണം. യോസഫിന്റെ തീരുമാനത്തിലുള്ള പെട്ടെന്നുള്ള മാറ്റം ദൈവത്തോടുള്ള അവന്റെ വലിയ വിശ്വാസത്തെയും അനുസരണത്തെയും കാണിക്കുന്നു. ദൈവം നമ്മോട് തിരുവെഴുത്തുകളിൽ കൂടെയോ ദൈവദാസന്മാരിൽ കൂടെയോ സംസാരിക്കുമ്പോൾ നമ്മുടെ നിലപാടുകൾ മാറ്റി ദൈവം പറയുന്ന വാക്കുകൾ അനുസരിക്കുവാൻ നാം ഒരുമ്പെട്ടാൽ നമ്മുടെ ജീവിതം ധന്യമായി. ദൈവത്തിന്റെ അരുളപ്പാടുകൾക്ക് മുന്നിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുത്തെ തിരുവെഴുത്തുകൾ അനുസരിച്ച് ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.